ഹായ് ഓൾ, നമ്മൾ HSSTയുടെ സിലബസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടവരാണ് അല്ലേ. ആ സിലബസിൽ നമ്മളുടെ ഒരു മൊഡ്യൂൾ ഓർമ്മയുണ്ടോ? ഓർഡിനറി ആൻഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ആ മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഓർത്തോഗണൽ ട്രാജക്ടറീസ് എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ് ഇന്ന് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ലാസ്റ്റ് നടന്ന HSST എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ആ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഓർത്തോഗണൽ ട്രാജക്ടറീസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. ദെൻ ഓർത്തോഗണൽ ട്രാജക്ടറീസിന്റെ ഡെഫിനിഷൻ ആദ്യം ഒന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓർത്തോഗണൽ ട്രാജക്ടറീസ് ആർ families of curves that intersect each curve of a given family at right angles. നമ്മളുടെ ഡിഗ്രി ക്ലാസ്സുകളിലാണ് ആക്ച്വലി ഈ ഒരു ടോപ്പിക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചിരിക്കുന്നത് അല്ലേ. എന്താണ് ഈ ഓർത്തോഗണൽ ട്രാജക്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓർത്തോഗണൽ ട്രാജക്ടറീസ് ആർ ഫാമിലീസ് ഓഫ് curves that intersect ഈച്ച് curve ഓഫ് എ ഗിവൺ ഫാമിലി അറ്റ് റൈറ്റ് ആംഗിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കൊരു ഗിവൺ ഫാമിലി ഓഫ് കേഴ്സ് തന്നിട്ടുണ്ടാവും. ആ ഗിവൺ ഫാമിലി ഓഫ് കേഴ്സിന് സപ്പോസ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഫാമിലി ഓഫ് കേഴ്സ് എന്ന് പറയുന്നത് f(x,y,z) = c എന്നാണെന്ന് സപ്പോസ് ചെയ്യൂ. ഇങ്ങനെ തന്നിരിക്കുന്ന ഗിവൺ ഫാമിലി ഓഫ് കേഴ്സിലെ ഓരോ കേർവിനെയും നമ്മുടെ പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യുന്ന എ ഫാമിലി ഓഫ് കേർവ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓർത്തോഗണൽ ട്രാജക്ടറീസ് എന്ന് പറയുക. ഓക്കെ, അങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്ന ആ ഒരു ഫാമിലി ഓഫ് കേർവ്സിനെ നമ്മൾ കോൾ ചെയ്യുന്ന പേരാണ് ഓർത്തോഗണൽ ട്രാജക്ടറീസ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാമിലി ഓഫ് കേർവ്സ് എന്ന് പറയുന്നത് ദി സ്ട്രെയിറ്റ് ലൈൻസ് പാരലൽ ടു എക്സ് ആക്സിസ് ആണെന്ന് വിചാരിക്കൂ. അതായത് ഇപ്പോൾ നമ്മളൊരു എക്സ് ആക്സിസും വൈ ആക്സിസും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാമിലി ഓഫ് കേർവ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് പാരലൽ ടു എക്സ് ആക്സിസ് ആയിട്ടുള്ള ഇതേപോലെയുള്ള സ്ട്രെയിറ്റ് ലൈൻസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ദെൻ ഈ ഫാമിലി ഓഫ് കേർവ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഇതിന്റെ ഓർത്തോഗണൽ ട്രാജക്ടറീസ് എന്തായിരിക്കും? ഇതിനെ റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യുന്ന ഫാമിലി ഓഫ് കേർവ്സ് ആയിരിക്കും അതിന്റെ ഓർത്തോഗണൽ ട്രാജക്ടറീസ് അല്ലെ. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് ഒബ്റ്റെയിൻ ചെയ്യുക? ഇതിനെ റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യുമ്പോൾ ഈ പാരലൽ ലൈൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇതേപോലെയുള്ള സ്ട്രെയിറ്റ് ലൈൻസ് അല്ലെ. ഈ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് ഫാമിലി ഓഫ് ഈ തന്നിരിക്കുന്ന ഫാമിലി ഓഫ് കേർവ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഇതിന്റെ ഓർത്തോഗണൽ ട്രാജക്ടറീസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓർത്തോഗണൽ ട്രാജക്ടറീസ് ആർ ദി ഫാമിലീസ് ഓഫ് കേർവ്സ് ദാറ്റ് ഇന്റർസെക്ട് ഈച്ച് കർവ് ഓഫ് എ ഗിവൺ ഫാമിലി അറ്റ് റൈറ്റ് ആംഗിൾസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഇതിൽ നിന്നും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും എങ്ങനെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യണം. കാരണം ഇതിപ്പോൾ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു, ഒരു എക്സാമ്പിൾ പറഞ്ഞു, പക്ഷേ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുമ്പോൾ അതിലെങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, അതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശീലിക്കണം. കാരണം നമുക്കറിയാം, നമ്മൾ ജസ്റ്റ് കുറേ തിയറി അറിഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മളുടെ അത് അപ്ലൈ ചെയ്തുള്ള പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു ടാസ്ക് ആയിട്ട് വരിക അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ മാത്സ് സബ്ജക്റ്റിൽ കുറേ തിയറീസ് നമ്മൾ അറിഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് ആപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു HSST എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്: ദി ഓർത്തോഗണൽ ട്രാജക്ടറീസ് ഓഫ് ദി ഫാമിലി x² - y² = a where a is a constant is given by 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഓപ്ഷൻ എ x² + y² = c, ഓപ്ഷൻ ബി y = c/x, ഓപ്ഷൻ സി y = cx, ഓപ്ഷൻ ഡി x = cy എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാ വർക്ക്ഔട്ട് ചെയ്യുക? നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫാമിലി ഓഫ് കേർവ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ഇവിടെ എന്താ തന്നിരിക്കുന്നത്?
ഇതാ നോക്കൂ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ എന്നുള്ളതാണ്. ഈ തന്നിരിക്കുന്ന ഫാമിലി ഓഫ് കർവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർത്തോഗണൽ ട്രാജക്ടറി ഈ 4 ഓപ്ഷൻസിൽ ഏതാണെന്നുള്ളതാണ് നമ്മളോട് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നിരുന്ന ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ എന്നുള്ളതാണ്. ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ടൊന്ന് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ദെൻ ഈ ഇക്വേഷനെ നമ്മൾ ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യണം. അതായത് ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതാണ് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ. അപ്പോൾ ഓർത്തോഗണൽ ട്രാജക്ടറി ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന കർവിനെ ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? 2x അല്ലെ, മൈനസ് വൈ സ്ക്വയർ എന്നുള്ളതിനെ ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 2y ഇൻറ്റു dy by dx is equal to 0. a എന്നുള്ളത് കോൺസ്റ്റന്റ് അല്ലേ, കോൺസ്റ്റന്റിന്റെ ഡിഫറൻസിയേഷൻ വരുന്നത് 0 എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് 2 കോമൺ ആണല്ലോ, ആ 2 എന്നുള്ളത് അങ്ങ് ക്യാൻസൽ ചെയ്യാം. സോ വി ഹാവ് ടു ഒബ്റ്റെയിൻ x മൈനസ് y ഇൻറ്റു dy by dx is equal to 0 എന്നാണ് കിട്ടുക. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുത്തേണ്ടത് dy by dx is equal to എന്നൊരു ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവരണം. കാരണം എന്തായിരിക്കും, ഈ ഓർത്തോഗണൽ ട്രാജക്ടറിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പൊ നമ്മൾ ടാൻജൻസ് എന്താ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടാൻജൻസ് എങ്ങനെയായിരിക്കും? ഗിവൺ ഫാമിലി ഓഫ് കർവ്സിന്റെയും അതേപോലെ തന്നെ ഓർത്തോഗണൽ ട്രാജക്ടറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതിന്റെയും ടാൻജൻസ് എങ്ങനെയായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം അല്ലെ, പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മളൊരു സ്ലോപ്പ് കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കൂ. തന്നിരിക്കുന്ന ഫാമിലിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് m1 ആണ് എന്നുണ്ടെങ്കിൽ ഓർത്തോഗണൽ ട്രാജക്ടറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? -1/m1 ആയിരിക്കണം. മനസ്സിലായോ? പെർപെൻഡിക്കുലർ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ സ്ലോപ്സിന്റെ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കണം? -1 ആയിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു റൂളാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്ലോപ്പ് എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നത്? dy by dx എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തന്നിരിക്കുന്ന ഇക്വേഷൻ ആദ്യം ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുക. ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം dy by dx ഈക്വൽ ടു എന്ന ഫോമിലേക്ക് അതിനെ കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊക്കെ എങ്ങനെ എഴുതാം? y ഇൻറ്റു dy by dx ഈക്വൽ ടു എക്സ് എന്ന ഫോമാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. ഓക്കെ, ദെൻ ദിസ് ക്യാൻ ബി റിട്ടൺ ഇൻ ദി ഫോം dy by dx is equal to x by y. ഇതാണ് നമുക്ക് തന്നിരുന്ന ഫാമിലി ഓഫ് കർവ്സ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു കർവ്സിന്റെ സ്ലോപ്പ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. dy by dx is equal to x by y. ഇനി നമ്മളുടെ പ്രൊസീജിയർ എന്താണ്? ഓർത്തോഗണൽ ഫാമിലി കൺസിഡർ ചെയ്യണം അല്ലെ. അപ്പൊ ഓർത്തോഗണൽ ഫാമിലി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്ലോപ്പിന് പകരമായിട്ട് ഓർത്തോഗണൽ ഫാമിലിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പിലേക്ക് അതിനെ കൊണ്ടുവരണം അല്ലെ. അപ്പൊ അതെങ്ങനെ ഓർത്തോഗണൽ ഫാമിലിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പിലേക്ക് കൊണ്ടുവരിക? നമ്മൾ നേരത്തെ കണ്ടു, സ്ലോപ്പ് m1 ആണെങ്കിൽ ഓർത്തോഗണൽ ഫാമിലിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത് -1/m1 ആണ്. അപ്പോ ഇവിടെ dy by dx ആണ് നമ്മളുടെ പ്രോഡക്റ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തെടുക്കണം? നെഗറ്റീവ് എടുക്കണം അല്ലെ. നെഗറ്റീവ് റെസിപ്രോക്കൽ കൺസിഡർ ചെയ്യുമ്പോഴാണ് അതെന്തായി മാറുക? ഓർത്തോഗണൽ ഫാമിലിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പ് ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ dy by dx can be written in the form -y by x. ഇതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോ നെഗറ്റീവ് റെസിപ്രോക്കൽ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇതാണ് ഓർത്തോഗണൽ ഫാമിലിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന അതിന്റെ സ്ലോപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി എന്താ പ്രൊസീജിയർ ഉള്ളത്? ജസ്റ്റ് ഈ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്ത്, അതായത് എങ്ങനെയാണോ നമുക്ക് ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് അത് യൂസ് ചെയ്തിട്ട് ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആ കിട്ടുന്ന സൊല്യൂഷൻ ആയിരിക്കും നമ്മൾക്ക്
തന്നിരിക്കുന്ന ഫാമിലിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർത്തോഗണൽ ട്രാജക്ടറി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇതെങ്ങനെ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യാൻ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സെപ്പറബിൾ ആക്കി മാറ്റിയാൽ മതി. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് 1/y into dy equal to, here this becomes minus 1/x into dx. Okay, then ഇതിപ്പോ ഇക്വേഷൻ സെപ്പറബിൾ ഇക്വേഷൻ ഫോമിലേക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് രണ്ട് സൈഡും ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഓൺ ഇന്റഗ്രേഷൻ വി ഹാവ് ടു ഒബ്റ്റെയിൻ, then on integration this implies 1/y has the integral, then log y equal to minus log x, then plus ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഉണ്ട്. ആ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റിനെ ഞാൻ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ലോഗ് സി എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. കാരണം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന രണ്ട് ഫംഗ്ഷനും ലോഗ് ഫംഗ്ഷൻ ആണ്. സോ ലോഗ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് ത്രൂ ഔട്ട് ലോഗ് ക്യാൻസൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റിനെ ലോഗ് സി എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ത്രൂ ഔട്ട് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഇക്വേഷൻ ലോഗ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് എക്സ് പ്ലസ് ലോഗ് സി ആണ്. ലോഗരിതമിക് പ്രോപ്പർട്ടീസ് നമുക്കറിയാലോ. ലോഗരിതമിക് പ്രോപ്പർട്ടീസിൽ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലോഗരിതം പ്രോപ്പർട്ടി? ലോഗ് ഓഫ് എ ബൈ ബി ആണ് അല്ലെ. അതായത് നമ്മളിപ്പോ പറഞ്ഞ ലോഗരിതം പ്രോപ്പർട്ടി log a minus log b equal to log of a by b. ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാലോ. ഈ ഒരു പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഞാൻ ഏത് ഇക്വേഷൻ ഇങ്ങോട്ടേക്ക് റെപ്രസെന്റ് ചെയ്യാം? ദാറ്റ് വിൽ ബി ഈക്വൽ ടു ലോഗ് വൈ ഈക്വൽ ടു റൈറ്റ് സൈഡില് ലോഗ് സി മൈനസ് ലോഗ് എക്സ് ആണ്. അതപ്പോ ക്ലബ് ചെയ്യുമ്പോൾ ലോഗരിതം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാ നമുക്ക് എഴുതാൻ പറ്റുക? ലോഗ് ഓഫ് സി ബൈ എക്സ് എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ലോഗ് ഓഫ് സി ബൈ എക്സ് ഒബ്റ്റെയിൻ ചെയ്തു. രണ്ട് സൈഡിലും നമുക്ക് ലോഗ് ഫംഗ്ഷൻ ആണുള്ളത്. അപ്പൊ ലോഗ് ഫംഗ്ഷൻ ത്രൂ ഔട്ട് നമുക്ക് ആന്റി ലോഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാം. So we have to obtain y equal to c by x എന്നുള്ളതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഓർത്തോഗണൽ ട്രാജക്ടറി, ഫാമിലി ഓഫ് ഓർത്തോഗണൽ ട്രാജക്ടറി എന്ന് പറയുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നിരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി ആയിരുന്നു. സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് തന്നിരുന്നത് വൈ ഈക്വൽ ടു സി ബൈ എക്സ്. തേർഡ് ഓപ്ഷൻ വൈ ഈക്വൽ ടു സി എക്സ് ആൻഡ് ഫോർത്ത് ഓപ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു സി വൈ. സോ ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ആൻസർ എന്താണ്? വൈ ഈക്വൽ ടു സി ബൈ എക്സ്. ദാറ്റ്സ് ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? ഇത് ലാസ്റ്റ് നടന്ന HSST എക്സാമിന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ടോപ്പിക് നമ്മൾ ഒഴിവാക്കി പഠിക്കാൻ പാടില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്ന ഒരു സെക്ഷൻ ആണ് അല്ലെ. ഇത് ചെയ്യാനായിട്ട് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് തന്നെ നമുക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഒഴിവാക്കിയിട്ടുള്ള ഒരു പഠനം നടത്തരുത്. ഇതേപോലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഓരോ ടോപ്പിക് വൈസ് എടുത്ത് പഠിച്ചാൽ മാത്രമാണ് ഈ HSST എന്നുള്ള എക്സാം നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ ടോപ്പിക് എടുക്കുക, ആ ടോപ്പിക്കിൽ നിന്നും പ്രീവിയസ് ഇയറിലും അതേപോലെ തന്നെ നമ്മളുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the orthogonal trajectories of the family of curves y equal to cx raised to 4 is given by option A, x square plus 4y square equal to c square, option B, x square y square equal to c square, option C, 4x square plus y square equal to c square, and option D, xy equal to c square. അപ്പോൾ നമ്മൾ ഓർത്തോഗണൽ ട്രാജക്ടറി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നേരത്തെ പഠിച്ച മെത്തേഡ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നിരിക്കുന്ന ഫാമിലി ഓഫ് കർവ്സിനെ ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുക. അതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഫാമിലി ഓഫ് കർവ് എന്ന് പറയുന്നത് y ഈക്വൽ ടു c ഇൻറ്റു എക്സ് റേസ് ടു 4 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ c ഇൻറ്റു എക്സ് റേസ് ടു 4 എന്നുള്ള ഈ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? dy by dx is equal to c കോൺസ്റ്റന്റ് ആണ്, c ഇൻറ്റു എക്സ് റേസ് ടു 4. അതിന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? 4 ഇൻറ്റു
എക്സ് ക്യൂബ് എന്നുള്ളതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഡിഫറൻസിയേഷൻ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഇക്വേഷനിൽ ഒരു കോൺസ്റ്റന്റ് പ്രസന്റ് ആണ്. ഇങ്ങനെയുള്ള ഇക്വേഷനിൽ നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ആ ഇക്വേഷനിൽ കോൺസ്റ്റന്റ് പ്രസന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കോൺസ്റ്റന്റിനെ അവിടെ റീപ്ലേസ് ചെയ്യണം. എങ്ങനെയാണ് നമുക്ക് അത് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റുക? നമുക്ക് തന്നിരുന്ന ഇക്വേഷൻ y ഈക്വൽ ടു സി എക്സ് റേസ് ടു 4 അല്ലേ? ആ ഇക്വേഷനിൽ നിന്നും സിയുടെ വാല്യൂ നമുക്ക് അവിടെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എങ്ങനെയാ? y ഈക്വൽ ടു സി എക്സ് റേസ് ടു 4ൽ നിന്നും സി എങ്ങനെയാ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുക? സി ഈസ് ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 4. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്നും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഈ സിയുടെ വാല്യൂ ഇവിടെ റീപ്ലേസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഓർത്തോഗണൽ ട്രാജക്ടറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പിലേക്ക് പോകാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സി എന്നുള്ളതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? y ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 4 ഇൻറ്റു 4x ക്യൂബ്. ഓക്കെ ആണല്ലോ? ജസ്റ്റ് എക്സ് റേസ് ടു 4 ഉണ്ട്, ഇവിടെ എക്സ് ക്യൂബ് ഉണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ എക്സ് ക്യൂബ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ടു ഒബ്റ്റെയിൻ dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 4y ബൈ എക്സ്. ഇതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇതെന്താണ്? സ്ലോപ്പ് ഓഫ് ദി ഒറിജിനൽ ഫാമിലി എന്ന് പറയുന്നതാണ് dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു y ബൈ എക്സ് എന്നുള്ളത്. നെക്സ്റ്റ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണ്? ഈ ഓർത്തോഗണൽ ട്രാജക്ടറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുക? നെഗറ്റീവ് റെസിപ്രോക്കൽ എടുക്കണം അല്ലെ? എങ്ങനെയാണ് നെഗറ്റീവ് റെസിപ്രോക്കൽ അപ്ലൈ ചെയ്യുന്നത്? dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത് 4 ഇൻറ്റു y ബൈ എക്സ് എന്നാണ്. ഇതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിട്ട് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? മൈനസ് 4 divided by then x divided by 4y. നെഗറ്റീവ് റെസിപ്രോക്കൽ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇനി ഇതിനനുസരിച്ചിട്ട് ഇതിന്റെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ സൊല്യൂഷനിലേക്ക് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നതിൽ dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ബൈ 4y ആണ്. എങ്ങനെ നമുക്ക് ഇതിനെ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക? ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് സെപ്പറബിൾ ഇക്വേഷൻ ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം അല്ലെ? അപ്പോൾ സെപ്പറബിൾ ഇക്വേഷൻ ഫോം എന്ന് പറയുമ്പോൾ 4y ഇൻറ്റു dy ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ ആണല്ലോ? അപ്പൊ സെപ്പറബിൾ ഇക്വേഷൻ ഫോം ആയില്ലേ? ഇനി ഡയറക്റ്റ് രണ്ട് സൈഡിലും നമ്മൾ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുക. സോ ഓൺ ഇന്റഗ്രേഷൻ വി ഹാവ് 4 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് y dy എന്ന് പറയുന്നത് y സ്ക്വയർ ബൈ 2 അല്ലെ? സോ y സ്ക്വയർ ബൈ 2 ഈക്വൽ ടു ദെൻ ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് ആണ്. എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 2. സോ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സി സ്ക്വയർ ബൈ 2 അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ എല്ലാത്തിലും സി സ്ക്വയർ ഉണ്ടല്ലോ അല്ലെ? അപ്പൊ അവിടെയും നമുക്ക് ആ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ എന്തിവിടെ എഴുതാം? സി സ്ക്വയർ ബൈ 2 എന്നുള്ള രീതിയിലേക്ക് അതവിടെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ലോഗ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത അഡ്ജസ്റ്റ്മെന്റ് ഇല്ലേ, അതേപോലെ തന്നെ ഇവിടെ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് നമ്മൾ സി സ്ക്വയർ ബൈ 2 എന്ന് എഴുതി. ഓക്കെ, ഇനി ത്രൂ ഔട്ട് 2 അങ്ങ് ക്യാൻസൽ ചെയ്യാലോ? എല്ലാ ടേമിലും 2 കോമൺ അല്ലേ? 2 അങ്ങ് ക്യാൻസൽ ചെയ്യാം. സോ വി ഹാവ് ടു ഒബ്റ്റെയിൻ 4y സ്ക്വയർ is equal to minus x square plus c square. Then നമുക്ക് വേണ്ട നമ്മളുടെ ഓപ്ഷന്റെ ഫോം ഒന്ന് നോക്കുക. ഇവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഫോം ആണ്. ജസ്റ്റ് നമ്മളുടെ ഈ മൈനസ് എക്സ് സ്ക്വയറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫോം ചെയ്താൽ പോരെ? അപ്പൊ എങ്ങനെയാ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്നുള്ളതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഇക്വേഷൻ. അതാണ് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എ ആയിട്ട് തന്നിരുന്നത്.
ഓക്കെ ആണല്ലോ. എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. ഓപ്ഷൻ സിയിൽ നേരെ തിരിച്ചാ തന്നിരിക്കണേ. 4x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഫോം ആണ്. ദെൻ ഓപ്ഷൻ ബിയിലെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ആണ്, അതല്ല. ദെൻ ഓപ്ഷൻ ഡിയില് എക്സ് വൈ ഈക്വൽ ടു സി സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? ഓർത്തോഗണൽ ട്രാജക്ടറി, ഫാമിലി ഓഫ് ഓർത്തോഗണൽ ട്രാജക്ടറി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഓർത്തോഗണൽ ട്രാജക്ടറീസ് ഓഫ് ദി ഫാമിലി ഓഫ് കർവ്സ് y ഈക്വൽ ടു ഇ റേസ് ടു സി എക്സ്. ഇതാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫാമിലി ഓഫ് കർവ്സ് എന്ന് പറയുന്നത് y ഈക്വൽ ടു ഇ റേസ് ടു സി എക്സ് എന്നുള്ളതാണ്. ഇവിടെയും നമുക്കൊരു കോൺസ്റ്റന്റ് അവിടെ തന്നിട്ടുണ്ട്, ഒരു പാരാമീറ്റർ സി തന്നിട്ടുണ്ട് അല്ലെ. അപ്പോ നേരത്തെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു dy/dx, അതായത് സ്ലോപ്പ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നേരത്ത് അവിടെ നമ്മളുടെ ആർബിട്രറി കോൺസ്റ്റന്റ് പ്രസന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ആർബിട്രറി കോൺസ്റ്റന്റിനെ അവിടെ റീപ്ലേസ് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് y ഈക്വൽ ടു ഇ റേസ് ടു സി എക്സിൽ നിന്നും എങ്ങനെയാ നമുക്ക് ആർബിട്രറി കോൺസ്റ്റന്റിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റുക? ഇവിടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ പവർ അതേ രീതിയിലാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അല്ലെ, സി. അപ്പൊ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ഈ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ലോഗ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ വി ഹാവ് log y is equal to cx into log e. ഇങ്ങനെയല്ലേ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ലോഗരിതമിക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു. സോ log y is equal to cx into log e. ഓക്കെ, ദെൻ ഇവിടെ സിയുടെ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സിയുടെ വാല്യൂ മാത്രം ആ ഒരു പ്ലേസിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് അബൌട്ട് ദിസ് log e? log e is equal to എന്താണ്? 1 ആണ് അല്ലെ. അപ്പോ we have log y equal to cx എന്നാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ദെൻ ഇവിടെ log e എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 1 എഴുതി. സോ we have c is equal to e അല്ല കേട്ടോ, c equal to then log y by x. ഇതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന സിയുടെ വാല്യൂ. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് നമുക്ക് സി എന്നുള്ള ആ പാരാമീറ്റർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് രണ്ട് സൈഡിലും ലോഗരിതമിക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു. സോ വി ഹാവ് ടു ഒബ്റ്റെയിൻ log y is equal to cx into log e എന്ന് ഒബ്റ്റെയിൻ ചെയ്തു. ദെൻ log y is equal to log e equal to 1 ആണ്. സോ വി ഹാവ് log y equal to cx എന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നു. സോ c is equal to log y divided by x എന്നുള്ളതാണ് കിട്ടുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ സിയുടെ വാല്യൂ വേണം നമ്മൾ ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ y ഈക്വൽ ടു ഇ റേസ് ടു സി എക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. ആ ഫാമിലി ഓഫ് കർവ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർത്തോഗണൽ ട്രാജക്ടറി ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ എന്ത് അപ്ലൈ ചെയ്യുക? രണ്ട് സൈഡിലും ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുക. സോ ഡിഫറൻഷിയേറ്റിംഗ് ദിസ് y ഈക്വൽ ടു ഇ റേസ് ടു സി എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ വി ഹാവ് ടു ഒബ്റ്റെയിൻ dy by dx is equal to, ദെൻ ഇവിടെ ഇ റേസ് ടു സി എക്സ് ആണ്. നമുക്കറിയാം ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു സി എക്സ് ഇൻറ്റു സി ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് അല്ലെ. സോ സി ഇൻറ്റു ഇ റേസ് ടു സി എക്സ് എന്നുള്ളതാണ് അവിടെ കിട്ടുക. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പാരാമീറ്റർ സി എന്നുള്ളത് നമുക്ക് ഇവിടെയും ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്, എക്സ്പോണൻഷ്യലിന്റെ പവർ ആയിട്ടുള്ള ഫോമിലും ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലും നമ്മൾ ആ പാരാമീറ്ററിനെ അവിടെ റീപ്ലേസ് ചെയ്യണം. ഇപ്പൊ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്താണ്? നമ്മളുടെ തന്നിരിക്കുന്ന ഗിവൺ ഫാമിലിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പ് ആണ്. അപ്പോൾ ഈ സ്ലോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് സി എന്നുള്ള പാരാമീറ്റർ നമ്മൾ രണ്ട് സൈഡിലും ആ രണ്ട് പോയിന്റിലും അവിടെ എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? dy by dx is equal to സിക്ക് പകരമായിട്ട് നമ്മൾ log y എന്നുള്ളത് ഡിവൈഡഡ് ബൈ എക്സ് e to the power, then again we have c is replaced by log y by x into x. ഇവിടെ ഓൾറെഡി ഒരു എക്സ് ഉണ്ടായിരുന്നു, സി എക്സ് എന്നുള്ളത്. ആ എക്സ് ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടുത്തെ ഈ രണ്ട് എക്സ് തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഹിയർ വി ഹാവ് ടു ഒബ്റ്റെയിൻ dy by dx is equal to then log y by x
into e to the power log y. നമ്മൾ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, ഇ ടു ദി പവർ ലോഗ് വൈ. അതെങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം? ഇ ടു ദി പവർ ലോഗ് എക്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ പഠിച്ചിരിക്കുന്ന റിസൾട്ട്? എക്സ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന റിസൾട്ട് അല്ലെ. അപ്പൊ ഈ റിസൾട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാലോ. ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ ഇത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക? dy by dx is equal to log y by x into e to the power log y can be replaced with y. Okay, then ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന തന്നിരിക്കുന്ന ഫാമിലിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത് dy by dx is equal to log y into y divided by x ആണ്. നമ്മുടെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ്? നമ്മളുടെ ഓർത്തോഗണൽ ട്രാജക്ടറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പിലേക്ക് കൊണ്ടുവരണം. എങ്ങനെയാ ഓർത്തോഗണൽ ട്രാജക്ടറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പിലേക്ക് നമ്മൾ കൊണ്ടുവരിക? നെഗറ്റീവ് റെസിപ്രോക്കൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഓർത്തോഗണൽ ഫാമിലിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പിലേക്ക് നമ്മൾ എത്തുക. ഓക്കെ, അപ്പോൾ ഇതിനെ നെഗറ്റീവ് റെസിപ്രോക്കൽ അപ്ലൈ ചെയ്യുമ്പോൾ we have dy by dx is equal to നെഗറ്റീവ് റെസിപ്രോക്കൽ ആണ് നമ്മൾ പറഞ്ഞത്, നെഗറ്റീവ് x divided by log y into y. ഇതാണ് ഇപ്പൊ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഓർത്തോഗണൽ ട്രാജക്ടറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു സ്ലോപ്പിൽ നിന്നും നമ്മൾ ഇനി ഓർത്തോഗണൽ ട്രാജക്ടറി, ഫാമിലി ഓഫ് ഓർത്തോഗണൽ ട്രാജക്ടറിയിലേക്കുള്ള ഇക്വേഷനിലേക്ക് എത്തണം അല്ലെ. എങ്ങനെ ഇക്വേഷനിലേക്ക് എത്താൻ പറ്റുക? നമുക്കത് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പ്രൊസീജിയർ. ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ജസ്റ്റ് നോക്കിയാൽ തന്നെ അറിയാം, നമുക്ക് സെപ്പറബിൾ ഇക്വേഷൻ ഫോമിലേക്ക് കൊണ്ടുവരാം അല്ലെ. വൈയുടെ ഫംഗ്ഷനും ഡി വൈയുടെ ഫംഗ്ഷനും ഒരുമിച്ച് കൊണ്ടുവരാം, എക്സും ഡി എക്സും ഫംഗ്ഷൻസ് നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ആ ഒരു പ്രൊസീജിയർ ആണ് നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് റബ്ബ് ചെയ്തിട്ട് അതിലേക്ക് എത്താം കേട്ടോ. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ ഇന്റഗ്രേഷൻ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഇത് ലോഗരിതമിക് ഫംഗ്ഷൻ കറസ്പോണ്ട്സ് ടു നമുക്ക് ഇവിടെ ലോഗ് വൈ ഇൻറ്റു വൈ ഡി വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതല്ലേ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഫോം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഡി വൈക്ക് റെസ്പോണ്ടിങ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ലോഗ് വൈ ഇൻറ്റു വൈ ആണ്. നമുക്ക് ലോഗ് വൈ ഇൻറ്റു വൈ എന്നുള്ള ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്താലാണ് നമ്മളുടെ ഇന്റഗ്രേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുക? അവിടെ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം അല്ലെ. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ആ സൊല്യൂഷനിലേക്ക് എത്താനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിന്റെ ഓർത്തോഗണൽ ട്രാജക്ടറിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാലോ എല്ലാവർക്കും. എങ്ങനെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അതല്ലേ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുന്ന ഫോർമുല. സോ ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഏത് കൺസിഡർ ചെയ്യാം? ലോഗ് വൈ കൺസിഡർ ചെയ്യാം. സെക്കൻഡ് ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ വൈ കൺസിഡർ ചെയ്യാം. സോ വി ഹാവ് ഓൺ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുന്നത് വൈ സ്ക്വയർ ബൈ 2 ദെൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1 by y ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുന്നത് വൈ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഡി വൈ ഈക്വൽ ടു ദെൻ ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് ആണ്. സോ വി ഹാവ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്നുള്ളതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. ദെൻ ഇതൊന്നും കൂടി ഒന്ന് റീപ്ലേസ് ചെയ്ത് നമ്മൾ എഴുതുമ്പോൾ സോ വി ഹാവ് ടു ഒബ്റ്റെയിൻ ലോഗ് വൈ ഇൻറ്റു വൈ സ്ക്വയർ ബൈ 2 ദെൻ മൈനസ് ഇവിടെ ഒരു വൈ നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. വൈ സ്ക്വയറിലെയും വൈയിലെയും ഒരു വൈ നമുക്ക് ക്യാൻസൽ ചെയ്യാം. മൈനസ് 1/2 എന്നുള്ളത് കോൺസ്റ്റന്റ് ടേം ആണ്, നമുക്കത് ഔട്ട് സൈഡിലേക്ക് എടുക്കാം. ദെൻ മൈനസ് 1/2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് വൈ ഡി വൈ ആണ് നെക്സ്റ്റ് അല്ലെ. വൈയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റഗ്രൽ എന്ന് പറയുന്നത് വൈ സ്ക്വയർ ബൈ 2. ഓക്കെ, ദെൻ ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്നുള്ളതാണ്
നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് y²/2 then 1/2 ഇൻറ്റു y²/2 then log y. എല്ലാത്തിലും 2 കോമൺ അല്ലേ, നമുക്ക് 2 അങ്ങ് ക്യാൻസൽ ചെയ്യാലോ. എല്ലാ ടേമിലും 2 കോമൺ ആയത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഫോം എന്ന് പറയുന്നത് ഇതാണ്, y² ഇൻറ്റു log y ഡിവൈഡഡ് ബൈ 2 മൈനസ് y²/4 ഈക്വൽ ടു x²/2 പ്ലസ് c എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫാമിലി ഓഫ് കർവ് y ഈക്വൽ ടു e⁻cx കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന അതിന്റെ ഓർത്തോഗണൽ ട്രാജക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തോഗണൽ ട്രാജക്ടറി ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രൊസീജിയർ ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഫാമിലി കൺസിഡർ ചെയ്യുക. ആ ഫാമിലിയെ നമ്മൾ ഡിഫറൻസിയേഷൻ രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു എക്സ് അപ്ലൈ ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ആ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഒറിജിനൽ ഫാമിലിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പാണ്. ഓക്കെ, അങ്ങനെ ഒറിജിനൽ ഫാമിലിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പിൽ നിന്നും നമുക്ക് ഓർത്തോഗണൽ ട്രാജക്ടറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ്? അതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ നെഗറ്റീവ് റെസിപ്രോക്കൽ അപ്ലൈ ചെയ്യുക, അതാണ് അടുത്ത പ്രൊസീജിയർ. അതിനു മുമ്പ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ലോപ്പിന്റെ ഇക്വേഷനിൽ അതിന്റെ പാരാമീറ്റേഴ്സ് ഏതെങ്കിലും പ്രസന്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ പാരാമീറ്റേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പ്രൊസീജിയർ. അതിനുശേഷം ഓർത്തോഗണൽ ട്രാജക്ടറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പിന്റെ ഫോമിലേക്ക് നെഗറ്റീവ് റെസിപ്രോക്കൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം അതിന് ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുക, ദെൻ സിംപ്ലിഫൈ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതേ രീതിയിലാണ് നമ്മൾ ഓർത്തോഗണൽ ട്രാജക്ടറീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക കേട്ടോ. ഇനി എക്സാമിന് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് സാധാരണ ചോദിച്ചു വരുന്ന മറ്റൊരു ഫോം എന്ന് പറയുന്നത് ഇതേപോലുള്ള ഓർത്തോഗണൽ ട്രാജക്ടറീസ് നമുക്ക് തന്നിട്ടുണ്ടാവും. നമ്മളോട് അതിൽ പ്രസന്റ് ആയിട്ടുള്ള കോൺസ്റ്റൻസ് ഏതൊക്കെയാണെന്നുള്ളത് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അത് നോർമലി പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ചോദിക്കുന്ന ഈ ഓർത്തോഗണൽ ട്രാജക്ടറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അതേ രീതിയിലും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർത്തോഗണൽ ട്രാജക്ടറി എന്നുള്ള സെക്ഷന്റെ ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. കാരണം നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന കോമ്പറ്റേറ്റീവ് HSSTയുടെ എക്സാം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും ആ HSST മാത്തമാറ്റിക്സിന്റെ എക്സാമിലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഈ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ഓർത്തോഗണൽ ട്രാജക്ടറി ഫൈൻഡ് ഔട്ട്. ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഫസ്റ്റ് വർക്കൗട്ട് ചെയ്തത്. ഇനി ആ മോഡലിൽ തന്നെ ക്വസ്റ്റ്യൻ വരണം എന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഓർത്തോഗണൽ ട്രാജക്ടറീസ് ഓൾറെഡി തന്നിട്ടുണ്ടാവും. ആ ഓർത്തോഗണൽ ട്രാജക്ടറിക്ക് പ്രസന്റ് ആയിട്ടുള്ള ആ ഒരു കോൺസ്റ്റൻസ് ഉണ്ടല്ലോ, ആ കോൺസ്റ്റൻസിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കണം. കാരണം ഇതിൽ ഏത് മോഡലിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ നോർമലി പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ഈ രണ്ട് മോഡൽസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു സെക്ഷനിൽ നിന്ന് കാണുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ആപ്പിൽ പോകുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ ഇതേപോലെ ഓരോ ടോപ്പിക് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഒരു HSST അധ്യാപകനാകുക അല്ലെങ്കിൽ അധ്യാപികയാകുക എന്നുള്ള ആ ഒരു ഇത് സാക്ഷാത്കരിക്കാനായിട്ട് ഞങ്ങളുടെ എൻട്രി ടീമും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഈ ഒരു യാത്ര തുടങ്ങാം. ഓക്കെ, താങ്ക് യു.